ഹായ് മകളെ, ആദ്യം തന്നെ പറയട്ടെ, 3 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, +1 മാത്സ് ടഫാണോ? രണ്ടാമത്തെ കാര്യം, 10ാം ക്ലാസ് പോലെയാണോ +1ലെ മാത്തമാറ്റിക്സും? മൂന്നാമത്തെ കാര്യം, മാത്സിൽ ഫുൾ മാർക്ക് നേടുക എന്നതാണോ അല്ലെങ്കിൽ A+ നേടുക എന്നതാണോ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം, +1 മാത്സ് ടഫാണോ എന്നുള്ളത്. അത് നമ്മൾ പഠിക്കുന്ന രീതിക്കനുസരിച്ചാണ് എളുപ്പമാണോ ടഫാണോ എന്നുള്ളതിനെ പറ്റി നമുക്ക് പറയാൻ കഴിയുക. മറ്റൊന്നുമല്ല. രണ്ടാമത്തെ കാര്യം, ആ പോയിന്റിലേക്ക് എത്തണമെങ്കിൽ രണ്ടാമത്തെ കാര്യം കൂടി എനിക്ക് പറയേണ്ടതുണ്ട്. കാരണം 10ാം ക്ലാസ്സിൽ നിങ്ങൾ 11 ചാപ്റ്റേഴ്സ് ആണ് മാത്തമാറ്റിക്സിൽ പഠിച്ചതെങ്കിൽ +1ലേക്ക് എത്തുന്ന സമയത്ത് അത് 14 ചാപ്റ്റേഴ്സ് ആയിട്ട് കൂടുകയും 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് പോലെയല്ല നിങ്ങളുടെ +1 ടെക്സ്റ്റ് ബുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് പുതുതായിട്ട് പഠിക്കേണ്ട രീതിയിലേക്ക് മാറുകയും ചെയ്യും. +1 മാത്സ് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ് എന്ന് തന്നെ എനിക്ക് പേഴ്സണലായിട്ട് പറയാൻ പറ്റും. 10ാം ക്ലാസ്സിൽ നിങ്ങൾ പല ചാപ്റ്റേഴ്സും കണക്റ്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ പഠിച്ച വിദ്യാർത്ഥിക്ക് ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാൻ പറ്റും. അതായത് ജ്യാമിതിയും ബീജഗണിതം എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ പറ്റും. സർക്കിൾസ്, ടാൻജൻസ്, അതായത് വൃത്തങ്ങളും തൊടുവരയും കുറേയൊക്കെ കണക്റ്റഡ് ആണ്. അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു. എന്നാൽ +1ലേക്ക് എത്തുന്ന സമയത്ത് അങ്ങനെ കണക്റ്റഡ് ആയ ചാപ്റ്റർ എണ്ണം കുറവാണ്. എന്നാൽ ആദ്യത്തെ 2 ചാപ്റ്റർ സെറ്റ്, അതേപോലെ തന്നെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ഇവ തമ്മിൽ കണക്ഷൻ ഉണ്ട്. മറ്റുള്ള ചാപ്റ്റേഴ്സുകൾ കൂടുതലും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ +1 മാത്സ് പഠിക്കുക എന്നത് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം മുതലേ പഠിക്കുകയാണെങ്കിൽ അത് എളുപ്പം തന്നെയാണ്. പക്ഷെ അവസാനത്തിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് ടഫ് തന്നെയായിരിക്കും. അപ്പോൾ 10ാം ക്ലാസ്സിലെ മാത്സിനെ പോലെ അല്ല +1 മാത്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കൂടാതെ തന്നെ +1 മാത്സ് പഠിക്കാൻ എളുപ്പമാണെന്ന് വെച്ചാൽ എളുപ്പമാണ്. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും ആദ്യം മുതലേ പഠിക്കണം എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ മാത്സിൽ ഫുൾ മാർക്ക് നേടുക എന്നതാണോ അല്ലെങ്കിൽ A+ നേടിയാൽ മതിയോ എന്ന ചോദ്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. നിങ്ങൾക്കറിയാം, 10ാം ക്ലാസ്സിലെ A+ എന്ന് പറയുന്നത് വളരെയധികം വാല്യൂ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ എല്ലാവരുടെയും മൈൻഡ് എന്ന് പറയുന്നത് A+ നേടുക എന്നാണ്. എന്നാൽ +1ലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ A+ലേക്കല്ല ഫോക്കസ് ചെയ്യേണ്ടത്, അത് ഫുൾ മാർക്ക് തന്നെ. നിങ്ങൾ എപ്പോഴും പറയുന്ന ഫുൾ ഔട്ട് ഓഫ് ഫുൾ തന്നെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അത് നേടാൻ സാധ്യമാണെന്ന് വെച്ചാൽ ഒരുപാട് വിദ്യാർത്ഥികളാണ് ഈ കഴിഞ്ഞ വർഷവും മാത്തമാറ്റിക്സിൽ ഫുൾ മാർക്ക് നേടിയത്. 80-ൽ 80, 60 മാർക്ക് നമ്മൾ 60 മാർക്ക് എക്സ്റ്റേണലും 20 മാർക്ക് ഇന്റേണലും കൂട്ടിയിട്ട് 80-ൽ 80 മാർക്ക് തന്നെ നമുക്ക് നേടാൻ സാധിക്കുന്നതാണ്. കഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള മാർക്ക് കിട്ടും. ഒരു പക്ഷേ 10ാം ക്ലാസ്സിൽ നിങ്ങൾ ടോപ്പ് ലെവൽ സീരീസുകളൊക്കെ അടക്കം നിങ്ങൾ ചെയ്തു പോയത് കൊണ്ട് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഈസി ആയിട്ടുണ്ടായിരിക്കും. ഇതേപോലെ നിങ്ങളുടെ ടോപ്പ് ലെവലുകളും എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും NCERT ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. മറ്റെവിടെയുമല്ല, നമ്മുടെ അഗ്നി ബാച്ചാണ്. അഗ്നി ബാച്ചിലൂടെ പഠിച്ച 25ഓളം വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ 25 വിദ്യാർത്ഥികൾക്കാണ് ഫുൾ മാർക്ക് തന്നെ കിട്ടി. 520-ൽ 520 മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് ഞാൻ പറഞ്ഞത്. അതിന് പുറമെ 519 കിട്ടിയ ആൾക്കാരുണ്ട്, 18 കിട്ടിയ ആൾക്കാരുണ്ട്. ഫുൾ A+കളുടെ എണ്ണം അത്രയധികമാണ്. അത്രയധികം ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് മറ്റെവിടെയും കിട്ടില്ല. അത് നമ്മുടെ അഗ്നി ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തുക. ഉറപ്പായിട്ടും +1 അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്താൽ മാത്രം പോരാ, പഠിക്കാൻ ഒരു മനസ്സും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഫുൾ മാർക്ക് തന്നെ നേടിയിരിക്കും. ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നതും A+കളുടെ എണ്ണം പറഞ്ഞിട്ടല്ല, ഫുൾ മാർക്കുകളുടെ എണ്ണം പറഞ്ഞിട്ടാണ്. എല്ലാ +1 സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവിടെ കാണാം. ബൈ.